ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആരാണ് ഒരു ഹിമാലയൻ റൈഡ് സ്വപ്നം കാണാത്തത്? സ്വന്തമായിട്ടൊരു ബൈക്ക് മേടിച്ച് കഴിഞ്ഞിട്ട് അവരോട് ആദ്യം എവിടെ പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും എനിക്ക് ഹിമാലയത്തിൽ പോകണമെന്ന് പറയും. നമ്മുടെ കേരളത്തിൽ നിന്ന് ഹിമാലയൻ റൈഡ് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ടാസ്ക്കാണ്. കാരണം നമ്മളിങ്ങ് താഴെയും ഹിമാലയം അങ്ങ് മുകളിലുമാണ്. എന്നാൽ ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് അത് ചെയ്യുന്നുമുണ്ട്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആ ഒരു റൈഡ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അവർക്ക് സമയം കാണില്ല, അല്ലെ അത്ര ഇവിടുന്ന് അവിടെ വരെ പോകുമ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് ഡൽഹിയിൽ നിന്നോ പഞ്ചാബിൽ നിന്നോ വന്നിട്ട് വണ്ടി റെൻറ്റിനെടുത്തിട്ട് നമുക്ക് പോവാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടി നമുക്ക് ഡൽഹിയിലോ പഞ്ചാബിലോ ഒക്കെ കൊണ്ടുപോകാം. അപ്പം അവിടെയാണ് കൂടുതൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നത്. എങ്ങനെ നമ്മുടെ സ്വന്തം വണ്ടി അവിടെ സേഫായിട്ട് എത്തിക്കും? കൂടുതൽ ആൾക്കാർക്ക് സ്വന്തം വണ്ടിയിലായിരിക്കും ഇങ്ങനെയുള്ള ട്രിപ്പുകൾ അടിക്കാൻ താല്പര്യം. റെൻറ്റിനെടുക്കുന്ന വണ്ടികൾക്ക് പല പ്രശ്നങ്ങളും അതും ഇതൊക്കെ കാണും. അപ്പം അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴേ തലവേദനയായിരിക്കും. അപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടി എങ്ങനെ നാട്ടിൽ നിന്ന് സേഫായിട്ട് ഡൽഹി വരെ അല്ലെങ്കിൽ പഞ്ചാബ് വരെ എത്തിക്കുക എന്നുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിന് നമുക്ക് രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, നമുക്ക് റെയിൽവേ വഴി അയക്കാം, അല്ലെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്യാം. അപ്പോൾ റെയിൽവേ വഴി അയക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരുപാട് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ റീസെൻ്റ്ലി ഞാൻ എൻ്റെ വണ്ടി കയറ്റി വിടാനായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് വണ്ടിയുടെ ടാങ്ക് അഴിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് നൂലമാലകൾ അവർ പറഞ്ഞു. പിന്നെ അവരുടെ പാക്കിങ്ങും എൻ്റെ ഫ്രണ്ട്സ് രണ്ട് മൂന്ന് ഒരു വണ്ടി ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് അവർക്കും കുറേ ഡാമേജുകൾ അങ്ങനെയുള്ള സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം റെയിൽവേ വഴി വണ്ടി അയക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചപ്പം സേഫ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു കൊറിയർ ടീമിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയത്. സേഫ് എക്സ്പ്രസിൻ്റെ അവിടെ ഓഫീസിൽ ചെന്ന് നമ്മൾ സംസാരിച്ച് നമ്മുടെ വണ്ടി നമുക്ക് നാട്ടിൽ നിന്ന് പഞ്ചാബ് വരെ എത്തിക്കണം. അപ്പം നമ്മൾ നമ്മുടെ കൺസേൺസ് എല്ലാം പറഞ്ഞു അവരോട്. അപ്പോൾ അവർ പറഞ്ഞ എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റെയിൽവേയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് കയറ്റി വിടുകയാണെങ്കിൽ അതിവിടെ നമ്മുടെ ആ ഡെസ്റ്റിനേഷൻ റെയിൽവേ സ്റ്റേഷൻ വരെ വരുള്ളൂ. പിന്നെ നമ്മൾ അതിനകത്ത് പെട്രോളും കോരി ഒഴിച്ച് വണ്ടിയുടെ ഇതെല്ലാം അഴിച്ച് പറിച്ച് അവിടെ നിന്ന് നമ്മൾ ഓടിച്ചുകൊണ്ട് വരണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് അവർ വണ്ടി കൊണ്ട് തരും. അത് എനിക്ക് നല്ലത്. കാരണം നമുക്ക് വണ്ടി കളക്ട് ചെയ്യാനോ ഇതിനൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ താമസിക്കുന്ന സൊസൈറ്റിയിലേക്ക് അവർ വണ്ടി കൊണ്ടുവന്നത് ഇതുപോലൊരു വലിയ വണ്ടിക്കകത്താണ്. അപ്പോൾ ആക്ച്വലി നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് ഈ വണ്ടിക്കകത്തല്ല. അവർ വലിയ ഈ കണ്ടെയ്നർ വലിയ ലോറികളുണ്ടാവുമല്ലോ, ഈ 10-16 വീലുള്ള, അതിലാണ് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഹബ്ബിൽ നിന്ന് എടുത്തിട്ട് നമുക്കിതുപോലുള്ള കുഞ്ഞു ലോറികളിലേക്ക് മാറ്റിയിട്ട് അവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അവർ നമ്മുടെ ആ കറക്റ്റ് താമസിക്കുന്നതിൻ്റെ അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ, ഞാൻ ഓർത്ത് ഗേറ്റിൽ അവർ ഇറക്കി തരത്തുള്ളായിരിക്കുന്നു. പക്ഷേ അവർ വണ്ടി അകത്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് വരെ വണ്ടി കൊണ്ട് തന്നു. നമ്മുടെ വണ്ടി കേരളത്തിൽ നിന്ന് കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് പഞ്ചാബിലെത്തുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ അറിയാൻ പറ്റുന്നതാണ്. നമ്മൾ വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ട്രാക്കിംഗ് ID കിട്ടും. ആ ID വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാൻ പറ്റും. അവരുടെ സൈറ്റിൽ ആ വണ്ടി ഏതൊക്കെ ഹബ്ബിലെത്തി, എവിടെയൊക്കെ ഇത് വന്നു എന്നുള്ള കാര്യമെല്ലാം നമുക്ക് അതിൽ തന്നെ അറിയാൻ പറ്റും. ഞാൻ എൻ്റെ വണ്ടി കയറ്റി വിട്ട് കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്ത് നിന്ന് പഞ്ചാബ് വരെ വണ്ടി എനിക്ക് എത്തിക്കാനായിട്ടായ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5700 രൂപയാണ് ആയത്. അപ്പോൾ 5700 രൂപയ്ക്ക് ഇതുപോലുള്ള പാക്കിങ് ചെയ്ത് വണ്ടി ഒരാഴ്ചക്കുള്ളിൽ വണ്ടി ഇവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. കാരണം റെയിൽവേയിൽ എനിക്കൊന്ന് 1000 രൂപയും കൂടെ എന്തോ കുറവാണ്. പക്ഷേ വണ്ടി ഏത് കോലത്തിൽ വരും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ വണ്ടി ഇറക്കുന്ന സമയത്ത് എനിക്കും കൂടെ ഒന്ന് കൈവെക്കേണ്ടി വന്നു. കാരണം വണ്ടി ഇച്ചിരി ഹെവിയാണ്. അപ്പോൾ ഒരു 3 പേര് പിടിച്ചിട്ടും വണ്ടി കറക്റ്റായിട്ടത് ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. നമ്മൾ തൊട്ടാൽ പിന്നെ എല്ലാം സെറ്റല്ലേ. ഞാൻ ബാക്കി പിടിച്ചേ ഉള്ളൂ, എന്നാലും ഫുൾ ക്രെഡിറ്റ് എനിക്ക് തന്നെ. ഇതാണ് ഇത്രയും നേരം ഞാൻ കൊട്ടിക്കൊഷിച്ചുകൊണ്ടിരുന്ന ആ പാക്കിങ്. അതായത് വളരെ അടിപൊളിയായിട്ട് വണ്ടിയുടെ ഫുൾ ഭാഗം കവറാവുന്ന രീതിയിലാണ് അതിൻ്റെ പാക്കിങ് പോയിരിക്കുന്നത്. ആ സൈലൻസർ ആണെങ്കിലും എൻജിനിൽ നിന്ന് തുടങ്ങുന്ന പൈപ്പ് തൊട്ട് സൈലൻസറിൻ്റെ എൻഡ് വരെ അവർ പൊതിഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ, ഹെഡ്, പിന്നെ ഷോക്ക് ഓബ്സറിൻ്റെ അവിടെ ഒരു വണ്ടിയുടെ പോറാൻ സാധ്യതയുള്ള എല്ലാ സൈഡും അവർ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ അടിപൊളിയായിട്ട്. ഇതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. ഇതിൻ്റെ ബൈക്കിൻ്റെ കൂടെ തന്നെ ഹെൽമെറ്റും പാഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അവർ റാപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് തന്നെയാണ് കിട്ടിയത്. അതും ഒരു ഡാമേജും അതിനില്ല. അത് വണ്ടിയുടെ കൂടെ തന്നെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ അടിപൊളിയായിട്ട് തന്നെ അതും കിട്ടിയത്. നിങ്ങളിപ്പോൾ കണ്ടാണല്ലോ വണ്ടി അവർ കൊണ്ടുവന്നതും നമുക്ക് ഡെലിവറി ചെയ്തതും സംഭവമെല്ലാം. വണ്ടിക്ക് ഒരു പോറലോ ഒരു കാര്യമില്ലായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ടാണ് വണ്ടി കിട്ടിയത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരുടെ സർവീസിൽ. അവർ പറഞ്ഞ ഡേറ്റിൽ തന്നെ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാനും അവർക്ക് പറ്റി. ശരിക്കും അവരുടെ ആ കൊറിയറിൻ്റെ ആ ഒരു പേര് കറക്റ്റ്, സേഫ് എക്സ്പ്രസ്. അവർ വളരെ സേഫായിട്ടാണ് വണ്ടി കൊണ്ട് തരുന്നത്.
ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ് അവരുടെ ആ ഒരു ഇതിനകത്ത്. അപ്പം കൂടുതൽ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് ഇതുപോലുള്ള എന്ത് സാധനം അയക്കാനായിട്ട് സേഫ് എക്സ്പ്രസ്സിൽ നമ്മൾ പോയി അവരെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ ഗൈഡ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് അത് അതിൻ്റെ പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ എനിക്കിനിയും ഒരുപാട് സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനുണ്ട്. ഇനി ഫർദർ ആണെങ്കിലും ഞാൻ അവരെ തന്നെ ആശ്രയിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബൈക്ക് നമുക്ക് സേഫായിട്ട് കിട്ടി. ഇനിയിപ്പം നമ്മുടെ ഹിമാലയൻ റൈഡാണ് പെൻഡിങ്. അത് ഉടനടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത പുതിയ വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.